സൗദിയിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് വിശ്രമമില്ലാത്ത പ്രവർത്തനം തുടരുകയാണ്. അടുത്തു തന്നെ ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കുന്നു എന്നും റഹീമിന്റെ മോചനത്തിനായി അക്കൗണ്ടിലെത്തിയത് 47 കോടിയോളം രൂപയെന്നും റിയാദ് സഹായ സമിതി വ്യക്തമാക്കി. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിലാണ് നടക്കുന്നതെന്നും കഴിഞ്ഞ 18 വർഷമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം വൈകാതെ ലക്ഷ്യം കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും റിയാദ് റഹീം സഹായ സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റഹീമിന്റെ മോചനത്തിനായി ലോകത്തുള്ള മലയാളികളുടെ ശ്രമഫലമായി അക്കൗണ്ടിലെത്തിയത് 47 കോടിയോളം രൂപയാണെന്നും എല്ലാ കണക്കുകളും സുതാര്യവും വ്യക്തവുമാണ്. ഓഡിറ്റ് ചെയ്ത കണക്കുകൾ റഹീമിന്റെ മോചനത്തിന് ശേഷം പുറത്തുവിടുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ആ സർവകക്ഷി സമിതിയുടെ നേതൃത്വത്തിലുള്ള ട്രസ്റ്റിലേക്കാണ് ഫണ്ട് വന്നത്. ആ ട്രസ്റ്റിൽ നിന്ന് ഇന്ത്യൻ എംബസിയിലേക്കാണ്, ഇന്ത്യൻ എംബസി പറഞ്ഞത് അനുസരിച്ച് നിർദ്ദേശിച്ചനുസരിച്ചുള്ള അക്കൗണ്ടിലേക്കാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടത്. പൂർണ്ണമായും എല്ലാം ഡോക്യുമെന്റഡ് ആണ്, സുതാര്യമാണ്. അത് ഇനി എംബസിയിൽ നിന്ന് ഗവർണറേറ്റിൽ നിന്ന് കോടതിയിലെത്തി റഹീം വീട്ടിലെത്തുന്നത് വരെ നമുക്ക് വിഷമമില്ല. റഹീമിന്റെ മോചനമാണ് ഇപ്പോൾ മുന്നിലുള്ളത്. ആ ലക്ഷ്യം പൂർത്തിയായാൽ ആരോപണവുമായി നടക്കുന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കുന്നതിനെ പറ്റി ആലോചിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. നിയമ സഹായ സമിതി ഇവിടെ പ്രവർത്തിച്ചു കൊടുക്കുന്നു. പിന്നെ അതിന്റെ പേരിൽ ആരോപണം ഉന്നയിക്കുക എന്നുള്ളത് അവർക്ക് ആളുകളുടെ ഇടയിൽ അഡ്രസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. റഹീമിന്റെ മോചന ശ്രമത്തിൽ റിയാദ് സഹായ സമിതിക്കൊപ്പം റിയാദ് ഇന്ത്യൻ എംബസിയുടെയും എംബസി ഉദ്യോഗസ്ഥൻ യൂസുഫ് കാക്കഞ്ചേരിയുടെയും ഇടപെടലിനെ സഹായ സമിതി അഭിനന്ദിച്ചു. വാർത്താ സമ്മേളനത്തിൽ റിയാദ് സഹായ സമിതി ഭാരവാഹികളായ CP മുസ്തഫ, അബ്ദുള്ള വല്ലാഞ്ചിറ, സബിൻ ഇക്ബാൽ, മുഹമ്മദ് നജാത്തി, സിദ്ദീഖ് തുവൂർ, അഷ്റഫ് വേങ്ങാട്ട്, മുനീബ് ബായൂർ, അർഷദ് ഫാറൂഖ്, കുഞ്ഞോയ് കോടമ്പോയ എന്നിവർ പങ്കെടുത്തു. സുൽഫീഖറുദായി, അമൃത ന്യൂസ്, ജിദ്ദ. FSC Logistics and Warehousing Solutions, Jeddah, Riyadh, Dammam. ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും. Arabian Horizon Company. We help to set up your company efficiently in KSA.